കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ജി. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം 14 പേർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക ലോക് ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിയുക്ത മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും നിയുക്ത ഉപമുഖ്യമന്ത്രി ജി. പരമേശ്വരയും നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വീട്ടിൽ എത്തി ചർച്ചകൾ നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ കിരൺ ബാബു ഉണ്ട്. കിരൺ, 4 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നു. നേരത്തെ ഉണ്ടായ അസ്വാരസ്യങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കാണോ കടക്കുന്നത്? അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. കൃത്യം 4:05 സത്യപ്രതിജ്ഞ നടക്കുക. ഡി.കെ. ശിവകുമാർ 4:05 കർണാടകയുടെ അടുത്ത മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ടാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ഡി.കെ. ശിവകുമാറിനൊപ്പം കഴിഞ്ഞ ഒരാഴ്ച നീണ്ടുനിന്ന വലിയ ചർച്ചകൾ, മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ മന്ത്രിസഭയുടെ ലിസ്റ്റും പുറത്തു വന്നിരിക്കുന്നു. ഉപമുഖ്യമന്ത്രിയായി ജി. പരമേശ്വരയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം 14 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 12 മന്ത്രിമാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിൽ മലയാളികളായ കെ.ജെ. ജോർജും UT ഖാദറുമുണ്ട്. ഖാദർ നിലവിൽ സ്പീക്കറായിരുന്നു. സ്പീക്കർ സ്ഥാനം രാജിവെച്ചാണ് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. കെ.എച്ച്. മുനിയപ്പ, കെ.ജെ. ജോർജ്, M.B. പാട്ടീൽ, രാമലിംഗ റെഡ്ഡി, സതീഷ് ജാരഹോളി, കൃഷ്ണ ബൈരഗൌഡ, പ്രിയങ്ക് ഖാർഗെ, ഈശ്വർ ഖന്ദ്രെ, യതീന്ദ്ര സിദ്ധരാമയ്യ, ഭൈരതി സുരേഷ്, ചരൺ പ്രകാശ് പാട്ടീൽ. ഇതാണ് മന്ത്രിസഭയുടെ ലിസ്റ്റ്. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശനും അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുമായ രേവന്ത് റെഡ്ഡിയും ഹിമാചൽ മുഖ്യമന്ത്രി സാഹുവും അടക്കമുള്ളവരെല്ലാം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ളവരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ പാർട്ടിയിൽ ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ 2.5 വർഷം കഴിയുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം സിദ്ധരാമയ്യ ഡി.കെ. ശിവകുമാറിന് കൈമാറുമെന്നുള്ളതായിരുന്നു. പക്ഷേ 2.5 വർഷത്തിൽ അങ്ങനെ കൈമാറ്റം നടന്നില്ല. ഇപ്പോഴാണ് ആ കൈമാറ്റം നടന്നിരിക്കുന്നത്. അങ്ങനെ ഡി.കെ. ശിവകുമാർ DPCCയുടെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. കർണാടക കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് B.K. ഹരിപ്രസാദ് വരും എന്ന ചില സൂചനകൾ കൂടി. അദ്ദേഹത്തിൻ്റെ സ്ഥാനം സംബന്ധിച്ച് കർണാടക PC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സിദ്ധരാമയ്യ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിലെ മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ കർണാടകയിൽ പുതിയൊരു മന്ത്രിസഭ അല്പസമയത്തിനുള്ളിൽ അധികാരത്തിലേറും.